എല്ലാവർക്കും നമസ്കാരം. എഡ്യൂ പ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിൽ ചേരാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ? +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ഒരു ജോലി നേടാൻ സഹായിക്കുന്ന ഒരു നല്ല ഓപ്ഷനാണ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ. ഇന്നത്തെ വീഡിയോയിൽ ഈ കോഴ്സുകളുടെ എലിജിബിലിറ്റി, ഡ്യൂറേഷൻ, ഫീസ്, അഡ്മിഷൻ പ്രോസസ്, ജോബ് സ്കോപ്പ് തുടങ്ങിയ എല്ലാ പ്രധാന കാര്യങ്ങളും വിശദമായി നമുക്ക് നോക്കാം. കേരളത്തിൽ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളുടെ ഡ്യൂറേഷൻ എത്രയാണെന്ന് നോക്കാം. കേരളത്തിൽ എല്ലാ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾക്കും സാധാരണയായി 2 വർഷമാണ് ദൈർഘ്യം. ഈ 2 വർഷത്തിനിടെ തിയറി ക്ലാസ്സസും ഹോസ്പിറ്റൽ ബേസ്ഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടാകും. അതിനുശേഷം 3 മുതൽ 6 മാസം വരെ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രെയിനിങ്ങും ഉണ്ടായിരിക്കും. പാരാമെഡിക്കൽ BSc ഡിഗ്രി കോഴ്സുകളുടെ വിശദാംശങ്ങൾ ഇവിടെ പറയുന്നില്ല. അലൈഡ് ഹെൽത്ത് സയൻസിൽ BSc ഡിഗ്രി കോഴ്സുകൾക്ക് ചേരാൻ താല്പര്യമുള്ളവർക്ക് മിക്കവാറും എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചുമുള്ള വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാണാവുന്നതാണ്. ഇനി കേരളത്തിലെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളുടെ ഫീസ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. എല്ലാ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളുടെയും ശരാശരി വാർഷിക ഫീസ് ഏകദേശം 62,500 രൂപയായിരിക്കും. കോളേജിനെ ആശ്രയിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ പൊതുവെ ഈ റേഞ്ചിലാണ് ഫീസ് വരുന്നത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി പാരാമെഡിക്കൽ കോഴ്സുകളുടെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഗവൺമെന്റ് പാരാമെഡിക്കൽ കോളേജുകളിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അഡ്മിഷൻ നടക്കുന്നത്. സർക്കാർ കോളേജുകളിലേക്കുള്ള സീറ്റ് അലോട്ട് ചെയ്യുന്നത് കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. +2 റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിക്കുന്നത്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് കേരളത്തിൽ എൻട്രൻസ് എക്സാം നടത്തുന്നില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് നടത്തുകയുമാണ് ചെയ്യുന്നത്. മാർക്ക് കുറവുള്ളവർക്ക് മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷന് ശ്രമിക്കാവുന്നതാണ്. മാനേജ്മെന്റ് കോട്ടയിൽ എല്ലാ പ്രൈവറ്റ് കോളേജുകളിലും സീറ്റുകൾ ലഭ്യമാണ്. സെൽഫ് ഫൈനാൻസിംഗ് കോളേജുകളിൽ മാത്രമാണ് മാനേജ്മെന്റ് കോട്ട സീറ്റ് ഉള്ളത് എന്ന കാര്യം ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ. മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ ആവശ്യമുള്ളവർ അതാത് കോളേജുകളെ സമീപിക്കുകയോ അഡ്മിഷൻ ഗൈഡൻസിനായി ഞങ്ങളെ ബന്ധപ്പെടാവുന്നതോ ആണ്. മിക്ക പ്രൈവറ്റ് കോളേജുകളിലും നേരത്തെ തന്നെ മാനേജ്മെന്റ് കോട്ട സീറ്റുകൾ അഡ്വാൻസായി ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് +2 മാർക്ക് കുറവുള്ളവർക്ക് മാനേജ്മെന്റ് കോട്ട വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അലൈഡ് ഹെൽത്ത് സയൻസസ്, അതായത് പാരാമെഡിക്കൽ കോഴ്സുകളിൽ ചേരാൻ വേണ്ട യോഗ്യതകൾ എന്താണെന്ന് അറിയാം. ആദ്യം തന്നെ പറയട്ടെ, പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷിക്കണമെങ്കിൽ +2 സയൻസ് വിഷയങ്ങളിൽ പാസ്സായിരിക്കണം. പ്രത്യേകിച്ച് +2 PCB, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾ പഠിച്ചിരിക്കണം. ജനറൽ കാറ്റഗറിയിൽ പെടുന്ന അപേക്ഷകർക്ക് മിനിമം 50% മാർക്ക് വേണം. പക്ഷേ SC/ST വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ 40% മാർക്ക് മതിയാകും. പലരും 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം ഡിപ്ലോമ കോഴ്സിന് ചേരാൻ സാധിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. ഒന്നുകൂടി പറയട്ടെ, +2 പാസ്സാകാതെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. കൂടാതെ അപേക്ഷകർ കുറഞ്ഞത് 17 വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം എന്ന നിബന്ധനയുമുണ്ട്. സയൻസ് സ്ട്രീം അല്ലാതെ ആർട്സ് അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ചവർക്ക് ഈ കോഴ്സുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നുകൂടി അറിയിക്കട്ടെ. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ ലഭ്യമായ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ ഇവയാണ്: ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഒഫ്താൽമിക് അസിസ്റ്റൻസ്, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ റെസ്പിറേറ്ററി ടെക്നോളജി, ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഡിപ്ലോമ, ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീൻ, ഡിപ്ലോമ ഇൻ ഡെന്റൽ മെക്കാനിക് തുടങ്ങി ഈ കോഴ്സുകൾ എല്ലാം തന്നെ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് കേരള അംഗീകരിച്ചവയാണ്. ഇനി പാരാമെഡിക്കൽ കോഴ്സുകളുടെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ പൂർത്തിയാക്കിയ ശേഷം സർക്കാർ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ, ഡയഗ്നോസ്റ്റിക് ലാബുകൾ, ഇമേജിംഗ് സെന്ററുകൾ, ഡെന്റൽ ക്ലിനിക്കുകൾ, ബ്ലഡ് ബാങ്കുകൾ, ഡയാലിസിസ് സെന്ററുകൾ എന്നിവിടങ്ങളിൽ ധാരാളം ജോലി സാധ്യതകൾ ഉണ്ട്. തുടക്കത്തിൽ ലഭിക്കുന്ന ശമ്പളം ഓരോ സ്ഥാപനത്തിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. കൂടാതെ എക്സ്പീരിയൻസ് കൂടുന്തോറും ഈ മേഖലയിൽ നല്ല രീതിയിൽ ശമ്പളവും ലഭിക്കാറുണ്ട്. +2 കഴിഞ്ഞ ശേഷം 2 വർഷത്തെ ഒരു കോഴ്സിന് ശേഷം ഉടൻ ജോലി ലഭിക്കുന്ന ഒരു കോഴ്സാണ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ. കേരളത്തിന് പുറത്തും വിദേശത്തും പാരാമെഡിക്കൽ പ്രൊഫഷണൽസിന് നിരവധി അവസരങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് പിന്നീട് ലാറ്ററൽ എൻട്രി വഴി 2 വർഷം കൊണ്ട് BSc ഡിഗ്രിയും MSc ഡിഗ്രിയും ശേഷം അലൈഡ് സയൻസിൽ ഡോക്ടറേറ്റ് ഡിഗ്രിയും നേടാവുന്നതാണ്.
അവസാനമായി പാരാമെഡിക്കൽ കോഴ്സുകൾ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുരുക്കി പറയാം. പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ +2 സയൻസ് അതായത് PCB വിഷയങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. +2 സയൻസിൽ ഇല്ലാതെ തന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ കോഴ്സ് അംഗീകാരമുള്ളതല്ല. +2 സയൻസ് പഠിക്കാത്തവർക്ക് മെഡിക്കൽ രംഗത്ത് ചെയ്യാൻ പറ്റുന്ന ഏക കോഴ്സ് ജനറൽ നഴ്സിംഗ് ഡിപ്ലോമ കോഴ്സ് അതായത് GNM കോഴ്സാണ്. പിന്നെ പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഡ്യൂറേഷൻ 2 വർഷമാണ്. ഗവൺമെന്റിൽ മെറിറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷൻ +2 റിസൾട്ട് വന്നതിന് ശേഷമേ തുടങ്ങൂ. ഗവൺമെന്റ് സീറ്റിലേക്കുള്ള അഡ്മിഷൻ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നടക്കുന്നത്. എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ല. +2വിൽ അധികം മാർക്കില്ലാത്തവർക്ക് പ്രൈവറ്റ് കോളേജുകളിലുള്ള മാനേജ്മെന്റ് കോട്ട സീറ്റുകളിൽ മാർക്ക് കുറവുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC, BPT, ജനറൽ നഴ്സിംഗ് കോഴ്സ്, BSc നഴ്സിംഗ് തുടങ്ങി നിരവധി ഡിപ്ലോമ ഡിഗ്രി കോഴ്സുകളെയും കുറിച്ചുള്ള വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. കൂടാതെ എല്ലാ കോഴ്സുകളെ കുറിച്ചുമുള്ള സംശയങ്ങൾക്കും അഡ്മിഷൻ സംബന്ധമായ ഗൈഡൻസിനും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.